ഇന്ത്യൻ വ്യോമതാവളങ്ങൾ ആക്രമിച്ചെന്ന പാക് ഉദ്യോഗസ്ഥന്റെ അവകാശവാദം വ്യാജം. ഇതോടുകൂടി തന്നെ പാക് സൈന്യത്തിന്റെ അവകാശവാദം പൊളിയുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിക്ക് 26 നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവം രാജ്യത്തെ നടുക്കുന്നതായിരുന്നു. ഈ ആക്രമണത്തിന് മറുപടിയായി തന്നെ ഇന്ത്യ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പുതിയ അവകാശവാദവുമായി ഒരു പാക് സൈനികൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ആക്രമണത്തിന് മറുപടിയായി തന്നെ 2 ഇന്ത്യൻ സൈനിക വ്യോമ താവളങ്ങൾ തകർത്തു എന്നതാണ് പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ അവകാശവാദം. എന്നാൽ ഈ വാദം വേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. പാക് സൈന്യം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യോമതാവളങ്ങൾ ഇന്ത്യയിൽ നിലവിലില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പാക് സൈന്യം കടുത്ത വിമർശനത്തിന് ഇരയാവുകയാണ്. സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം പാക് സൈന്യത്തിന്റെ അവകാശവാദത്തെ ട്രോളുകളാക്കിക്കൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വസ്തുതകൾക്ക് പകരം പ്രചരണ യുദ്ധത്തിന് മുൻതൂക്കം നൽകുന്ന സമീപന രീതിയാണ് ഇപ്പോൾ ഈ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. അതേസമയം അതിർത്തി മേഖലയിലെ സാഹചര്യം ഇന്ത്യ സുരക്ഷിതമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 2025 മെയ് 10 പാകിസ്ഥാൻ സൈന്യം തൊടുത്തുവിട്ട ആയുധങ്ങളിൽ ഫത്ത-1 അതുപോലെ ഗ്രനേഡ്, ആർട്ടിലറി റോക്കറ്റുകൾ ഉൾപ്പെടുന്നു. ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ 2 സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്ന പാക് സൈനിക ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ മുബീൻ സൽമാന്റെ അവകാശവാദമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഒരു പ്രാദേശിക ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിനിടയിലാണ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഫത്ത-1 ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഓഫീസർ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ക്യാപ്റ്റൻ ആകട്ടെ ഇത്തരത്തിലൊരു സംസാര രീതി പങ്കുവയ്ക്കുന്നത്. ഫത്ത-1 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ എന്ന ആ അവതാരകന്റെ ചോദ്യത്തിന് 2 ദൗത്യങ്ങളും വിജയകരമായി തന്നെ പൂർത്തിയാക്കി എന്നതായിരുന്നു ക്യാപ്റ്റൻ ഇവിടെ വ്യക്തമായ ഒരു മറുപടി നൽകിയത്. ഞങ്ങൾക്ക് രജൌരി എയർബേസ് അതേപോലെ തന്നെ മാമൂൺ എയർബസ് എന്നീ 2 ലക്ഷ്യങ്ങളാണ് നൽകിയിരുന്നതെന്നും അവ വിജയകരമായി തന്നെ തകർത്തു എന്നതാണ് ഈ അഭിമുഖത്തിലൂടെ പറയുന്നത്. എന്നാൽ മിസൈൽ വിക്ഷേപണ സമയത്ത് അവിടെ പ്രദേശവാസികളുടെ സാന്നിധ്യം വീഡിയോ കോളുകളിൽ കണ്ടെത്തിയതിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നാട്ടുകാരുടെ സാന്നിധ്യം ഓപ്പറേഷനിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമായിരുന്നു എന്നതാണ് ഇതിൽ വാദമുഖമായി ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അത്തരത്തിൽ 2 വ്യോമതാവളങ്ങൾ നിലവിലില്ല എന്നതാണ് വസ്തുത. ജമ്മു കാശ്മീരിലെ ഒരു ജില്ലയിലാണ് രജൌരി. അവിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമായ വ്യോമതാവളങ്ങൾ ഒന്നും തന്നെയില്ല. പഞ്ചാബിലെ പാത്തൻകോട്ടിനടുത്തുള്ള ഒരു സൈനിക കണ്ടോൺമെന്റ് ഏരിയയാണ് മാമൂൺ. അവിടെയും വ്യോമതാവളമില്ല. പിന്നാലെ തന്നെ നിലവിലില്ലാത്ത സൈനിക താവളങ്ങളെ കുറിച്ചുള്ള പാക് ഉദ്യോഗസ്ഥന്റെ വീമ്പു പറച്ചിലിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിരവധി പേര് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.